ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ. എന്നാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ റെസിപ്പിയിലോട്ട് കിടന്നാലോ. ഇപ്പൊക്കെ നാടൻ കൂണൊന്നും അധികം ആർക്കും തന്നെ കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. 2 ബോക്സ് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ബ്രിഞ്ചി ലീവ്സും നക്ഷത്രപ്പൂവും 2 ഏലക്കയും 2 ഗ്രാമ്പു 1 പീസ് ചെറിയ പട്ട ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം സവാള ചെറുതായി നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു പകുതി വഴറ്റിയ ശേഷം നമുക്ക് 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് വഴണ്ട ശേഷം തക്കാളി ഒരു 3 എണ്ണം ചെറുതായി അരിഞ്ഞ് അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ അതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. അത് 2 സ്പൂണാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിനാവശ്യത്തിനായിട്ടുള്ളത് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കയൊക്കെ പൊടിച്ചൊരു പൊടിയാണ് കേട്ടോ. അത് 1 സ്പൂൺ 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളൊക്കെ ആക്കിയൊക്കെ എടുത്ത് വെച്ചതാണ്. അതും ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 പിടി പുതിനയും 1 പിടി മല്ലിയിലയാണ് കേട്ടോ. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറായിട്ട് വരും കേട്ടോ. അതിന് ശേഷം നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തൈര് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൈരും ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മുടെ അരി 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിന് 1.5 മടങ്ങോളം കൂടുതലാക്കിയിട്ട് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് അതൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബിരിയാണി അരി അതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പും എരിവും എല്ലാം പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ദമ്മിട്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമുക്കിതിൽ ചേർക്കാനുള്ളത് നെയ്യാണ്. നെയ്യും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് ദമ്മിടേണ്ടതേ ഉള്ളൂ. എല്ലാം സെറ്റാക്കിയൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുക്കണം അവസാനം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു പേപ്പറും വെച്ചിട്ട് അതിൻ്റെ അടപ്പ് ഇട്ടിട്ട് നമ്മൾ ദമ്മ് ഒരു 10 മിനിറ്റോളം ദമ്മ് സിമ്മാക്കി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ എന്തൊരു നല്ലൊരു ടെക്സ്ചറായിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ അരിയും തമ്മിൽ ഒട്ടാതെയാണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നോൺ വെജിൻ്റെ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒപ്പമായിട്ട് ഞാൻ കഴിക്കാനെടുത്തിട്ടുള്ളത് പുതിന ചമ്മന്തിയും സാലഡുമാണ് കേട്ടോ. അപ്പോൾ ഈ കോമ്പിനേഷനും നല്ല ടേസ്റ്റുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.